ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, അടുത്ത സമയത്താണ് ജൂലൈ മാസത്തിലാണ് വോഡാഫോൺ ഐഡിയ, ജിയോ, എയർടെൽ തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്കുകൾ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചത്. അന്നു മുതൽ ഇങ്ങോട്ട് BSNലേക്ക് ചെക്ക് കയറിയ ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഏകദേശം കണക്കുകൾ പുറത്തു വരുന്നതനുസരിച്ച് 3 ലക്ഷത്തിന് അടുത്ത ആൾക്കാർ BSNലേക്ക് പോർട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇപ്പോഴും ആൾക്കാർ പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നാണ് BSNലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് BSNലേക്ക് വരുമ്പം എത്ര രൂപ ചിലവാകും, അല്ലെങ്കിൽ പുതിയ സിം എടുക്കുമ്പോൾ BSNL എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ടെക്നോളജി വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ BSNലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിലവിൽ ഏതെങ്കിലും സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട് ചെയ്ത് BSNലേക്ക് വരാം. പോർട്ട് ചെയ്ത് വന്നാലും പുതിയ സിം എടുത്താലും നിങ്ങൾക്ക് ഒരേ തുക തന്നെയാണ് കൊടുക്കേണ്ടി വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് 1900 മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു UPC കോഡ് കിട്ടും. ആ UPC കോഡിന് 5 ദിവസത്തെ കാലാവധിയുണ്ട്. ആ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഏത് നെറ്റ്വർക്കിലേക്കാണ് പോർട്ട് ചെയ്യേണ്ടത് ആ നെറ്റ്വർക്കിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം. BSNL ആണെങ്കിൽ BSNL ഓഫീസിലൊക്കെ ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറുമായിട്ടൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ പോർട്ട് ചെയ്യാം. പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ചെയ്ത അന്ന് മുതൽ ഒരു 3 ദിവസത്തിനുള്ളിൽ കണക്ഷൻ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആവും. വർക്കിംഗ് ഡേ അല്ലെന്നുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ കൂട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൂടി എക്സ്ട്രാ എടുക്കും. 2 വർക്കിംഗ് ഡേ ആണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പോർട്ട് ചെയ്ത് വന്നാലും പുതിയ സിം എടുത്താലും നമ്മൾ എത്ര രൂപയുടെ പ്ലാനാണ് റീചാർജ് ചെയ്യേണ്ടത്. ഇവിടെ പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിം ആക്ടിവേറ്റ് ആവാൻ 2 വർക്കിംഗ് ഡേയ്സ് എടുക്കും. അതേസമയത്ത് പുതിയ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ സിം ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ പോർട്ട് ചെയ്ത് വന്നുള്ള ഗുണം, നമ്മുടെ പഴയ നമ്പർ മാറാതെ തന്നെ നമുക്ക് ഏത് നെറ്റ്വർക്കിലേക്കാണെങ്കിൽ ആ നെറ്റ്വർക്കിൽ പോർട്ട് ചെയ്ത് ആ ഒരു കണക്ഷൻ എടുത്താൽ നമുക്ക് പഴയ നമ്പറിൽ തന്നെ നിലനിർത്തി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് പഴയ നമ്പർ നഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ നമ്പർ എടുത്താൽ വീണ്ടും 2 നമ്പരാവും. പഴയ നമ്പർ നമുക്ക് ആൾക്കാർ വിളിക്കുന്നതിന് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പഴയ നമ്പർ പോർട്ട് ചെയ്യുന്നതും അതുപോലെ റീചാർജ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും പുതിയ കണക്ഷൻ എടുത്താലും പഴയതുമെല്ലാം സെയിം തന്നെയാണ്. നിലവിൽ 2 പ്ലാനുകളാണ് BSNL കൊടുക്കുന്നത്. 108-ൻ്റെയും 249-ൻ്റെയും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇങ്ങനെയാണ് പുതിയ കണക്ഷൻ എടുത്താലും പോർട്ട് ചെയ്ത് BSNLലേക്ക് വന്നാലും ചെയ്യേണ്ട പ്ലാനുകൾ. 108-ഉം 249-ഉം. 108-നും 249-നും രണ്ടും 2 പ്ലാനുകളാണ്. ഡെയിലി 2 GB കിട്ടുന്നതാണ് 249-ൻ്റെ പ്ലാൻ. അത് എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റിൽ കാണിച്ചു തരാം. പിന്നെ ചില BSNL ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും സിമ്മിന് 20 രൂപയുള്ളൂ, അല്ലെങ്കിൽ 10 രൂപയുള്ളൂ, അല്ലെങ്കിൽ 30 രൂപയുള്ളൂ. ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ 108 അല്ലെങ്കിൽ 249 ഈ ഒരു പ്ലാൻ തന്നെ റീചാർജ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് സിമ്മ് തരാറുണ്ട്. അത് ചില ഇതിലാണ് വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഓൺലൈൻ BSNL സൈറ്റിൽ കയറിയിട്ട് ഇത്തരത്തിൽ റീചാർജ് ചെയ്താൽ മതിയാവും. ചില ആൾക്കാർ പറയും നമുക്ക് 100 രൂപയുള്ളൂ, പിന്നെ നിങ്ങൾക്ക് ഇത്ര ദിവസത്തെ ഓഫർ 108-ൻ്റെ ഓഫർ തന്നെ കിട്ടും, 100 രൂപ വാങ്ങുന്നുള്ളൂ. ചിലയിടത്ത് അത് 150 വാങ്ങുന്നുണ്ട്, ചിലയിടത്ത് 130 വാങ്ങുന്നുണ്ട്. അത് ഓരോ ഏരിയ അനുസരിച്ചാണ്. ചിലയിടത്ത് 249-ൻ്റെ ഓഫറിന് നമുക്ക് 250 വാങ്ങുന്നുണ്ട്. അവർ 249 തന്നെ വാങ്ങുന്നവരുണ്ട്, 280 വാങ്ങുന്നവരുണ്ട്. അതായത് സിമ്മിനൊരു 30 രൂപയുടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 300 വാങ്ങുന്ന ആൾക്കാരുണ്ട്. ചില ഇടത്ത് സിമ്മ് ഫ്രീ ആണ്, ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സിമ്മ് തരാറുണ്ട്. അപ്പോൾ ഓരോരുത്തടുത്ത് ഓരോ ഇതാണ്. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ 2 ഓഫറാണ് ചെയ്യേണ്ടത്. FRC ഫസ്റ്റ് റീചാർജ് പ്ലാനാണ്. അപ്പം 108-ആണ് 108-ഉം 249-ഉമാണ് പ്ലാൻ വരുന്നത്. എങ്ങനെ പോയാലും നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിങ്ങൾ 108 കൊടുത്താലും നിങ്ങൾ റീചാർജ് ചെയ്താലും സെയിം തന്നെയാണ്. പിന്നെ അഡീഷണൽ വരുന്ന ഒരു 20, 30, 40 എന്നുള്ള എമൗണ്ട് സിമ്മിൻ്റെ ചാർജാണ്. അത് ചിലയിടത്ത് ഫ്രീ ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു നെറ്റ്വർക്കിൻ്റെ ആൾക്കാരുടെ ഉപയോഗം, BSNLൻ്റെ ആൾക്കാരുടെ എണ്ണം കുറവുള്ള സ്ഥലത്ത് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അതൊരു സ്കീമാണ് കേട്ടോ. അത് ഓരോ ഏരിയയിൽ ആൾക്കാരുടെ എണ്ണം കുറവൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർ സ്കീം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, ഫ്രീ സിമ്മ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ്. എന്തായാലും പ്ലാനിൻ്റെ കാശ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ചില ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് BSNL ഫ്രീ സിമ്മ് കണക്ഷനൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങളുടെ ഓരോ ഏരിയ അനുസരിച്ചാണ്. എന്തായാലും 108-ഉം 249-ഉമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനിവിടെ ആ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ BSNLൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. BSNL നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സൈറ്റിൽ കയറിയിട്ടും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പായ്ക്ക് എലിജിബിൾ ആണോ നമുക്ക് കാണിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഇത് കണ്ടോ, ഫസ്റ്റ് റീചാർജിൽ 108, അതായത് ഫസ്റ്റ് റീചാർജ് പ്ലാനാണ് ഇത് വരുന്നത്. 108-ന് ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് STD കോൾ 1 GB ഡെയിലി 28 ദിവസത്തേക്കാണ് ഈ ഒരു പ്ലാൻ കിട്ടുന്നത്. എന്നാൽ ഈ 108 തന്നെ വീണ്ടും നമുക്ക് അടുത്ത മാസം കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും കുറവാണെങ്കിൽ 107 ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ഏത് പാക്ക് വേണമെങ്കിലും
BSNL സൈറ്റിൽ അവൈലബിൾ ആണ്, നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് റീചാർജ് പ്ലാൻ ആദ്യം മാത്രം ഫസ്റ്റ് ചെയ്യേണ്ട പ്ലാനാണ്. അപ്പോൾ 108 ചെയ്യാം. ഇനി 249 വരുമ്പോഴത്തേക്ക് നമുക്ക് 2 GB ഉണ്ട് ഡെയിലി കിട്ടുന്നത്. 45 ദിവസം കാലാവധിയാണ്. അൺലിമിറ്റഡ് ലോക്കൽ കോൾ STD കോളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ടിനകത്തിൽ നമുക്ക് ഡെയിലി 100 SMS നമുക്കിനകത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ 2 പ്ലാനുകളാണ് ഫസ്റ്റ് റീചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ പുതിയ സിം എടുത്താലും അതുപോലെ തന്നെ നമുക്ക് പോർട്ട് ചെയ്ത് വന്നാലും ഈ 2 പ്ലാനാണ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലാനാണ് ചൂസ് ചെയ്യേണ്ടത്. 2 പ്ലാനും വ്യത്യസ്തമായ ഓഫറുകളാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാനാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് റീചാർജ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ സിം എടുക്കുമ്പോൾ അവിടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച ശേഷം അവർ ചിലപ്പോൾ 108 പറയുന്നതെങ്കിൽ 249 മതിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യിപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്താൽ മതിയെന്ന് പറയുവാണെങ്കിൽ ഈ 2 പ്ലാനിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നുള്ളത് നോക്കിയിട്ട് റീചാർജ് ചെയ്യുക. ഈ ഒരു പ്ലാന് മറ്റുള്ള നിലവിൽ സിം ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് ആവത്തില്ല, റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. റീചാർജ് ചെയ്ത് ഓൺലൈൻ റീചാർജ് ചെയ്താലും പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ഫെയിൽഡ് ആയി പോകത്തതേ ഉള്ളൂ. ഇത് പുതിയ സിം എടുക്കുന്നവർക്കും പോർട്ട് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഓഫറാണ്. നിലവിൽ ഈ 2 പ്ലാനുകളാണ് BSNL പുതിയ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പോർട്ട് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. നിലവിൽ എപ്പോൾ വേണമെങ്കിലും പ്ലാനുകളിൽ മാറ്റം വരുത്താം. ഈ FRC ഈ 2 പ്ലാനിൽ മാറ്റം വരുത്താം. നിരക്കുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ വേറെ പ്ലാനുകൾ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നിലവിൽ ഉള്ള പ്ലാനുകളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. എപ്പോൾ വേണമെങ്കിലും പ്ലാനുകൾ മറിയാനുള്ള ചാൻസ് ഉണ്ട്. അവരാണ് പ്ലാനുകൾ തീരുമാനിക്കുന്നത്. എന്തായാലും BSNL 4G വരുമ്പോൾ ചിലപ്പോൾ വേറെ പ്ലാനുകളൊക്കെ ആഡ് ചെയ്തേക്കാം. നിലവിലുള്ള പ്ലാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 പ്ലാനുകളാണ് നിലവിൽ പുതിയ സിം എടുക്കുന്നവരും അല്ലെന്നുണ്ടെങ്കിൽ പോർട്ട് ചെയ്യുന്നവരും ചെയ്യേണ്ട പ്ലാനുകൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.